എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. നബിതങ്ങൾ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയാണ്. വീട്ടിലേക്ക് കടന്നു വരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞു സ്വീകരിച്ചു. നബിതങ്ങൾ വീടിനകത്തേക്ക് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണമെല്ലാം കൊടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. തന്റെ ഭർത്താവായ നബിതങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നബിതങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ, ആയിഷ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബിതങ്ങൾ അവിടെ നിന്ന് മറുപടി പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, എങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഇല്ല നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എങ്കിൽ എനിക്ക് ഇപ്പൊ ഇവിടെ ഇരുന്ന് ദുആ ചെയ്യണം, പിന്നീടല്ല ദുആ ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ വീടിനകത്തിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോൾ നബിതങ്ങൾ തന്റെ ഇരുകരങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടെന്ന് ദുആ ചെയ്യുന്നു. اللهم اغفر لعائشة. നബിതങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുന്ന പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ, ഈ ആയിഷ തന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും പടച്ചവനെ ഒറ്റയ്ക്കുമായി രഹസ്യമായി പരസ്യമായി എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി തന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. നബിതങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണം. രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പടച്ചവനെ അറിഞ്ഞുകൊണ്ട് ചെയ്തത്, അറിയാതെ ചെയ്തത്, പടച്ചവനെ ജീവിതത്തിൽ വന്നു പോയത്, വരാൻ പോകുന്നത്, നബിതങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ദുആ ചെയ്യുന്നത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. നബിതങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുന്നത് കേട്ടപ്പോ ആയിഷ ബീവി നബിതങ്ങളുടെ മടിയിൽ കിടന്ന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലെന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്ന് ആയിഷ ബീവി ചിരിക്കുകയാണ്. അവിടുന്ന് ചരിത്രം പറയുകയാ, ചിരിച്ച് ചിരിച്ച് ഹദീസാദ ആയിഷ ബീവിയുടെ തല നബിതങ്ങളുടെ മടിത്തട്ടിൽ നിന്ന് താഴെ വീഴുകയാ. ഇതുപോലെ അള്ളാന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചിരിച്ചപ്പോ നബിതങ്ങൾ ചോദിക്കുന്നു, ആയിഷ, നിനക്ക് സന്തോഷമാണോ ആയിഷ? നിനക്ക് സന്തോഷമായോ ആയിഷ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ
എത്ര വലിയ ഭാഗ്യവതിയാണ്. അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, അങ്ങനെക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്തല്ലോ. നബി തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി അവിടുന്ന് ചിരിച്ചുകൊണ്ട് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്, നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്. എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നബി തങ്ങൾ എല്ലാ ദിവസവും അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്തതെന്നറിയോ? ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തുണ്ടല്ലോ, അവിടുത്തെ സമുദായമുണ്ടല്ലോ. പടച്ചവനെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഇവിടെ ഒരുമിച്ച് കൂടി എനിക്കും നിങ്ങൾക്കും വേണ്ടി 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ നമ്മളെ എത്ര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്കത് ഈ ഒരു ചരിത്രം മതി നമുക്ക് പഠിക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ, നബി തങ്ങൾ നമ്മളെ സ്നേഹിച്ചിരുന്നടോ. അല്ലാഹുവിന്റെ പ്രവാചകന് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവനെ, നബി തങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിൽ ആ നബി തങ്ങളെ കുറിച്ച് ആർക്കാ അറിയുന്നത്? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഇവരോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അമുസ്ലിമായ മനുഷ്യൻ നിന്നോട് ചോദിക്കുകയാ, ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാ ആ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള എന്തറിവാ എനിക്കും നിങ്ങൾക്കുമുള്ളത്? പടച്ചവനെ, 5 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ തീരുന്ന അറിവല്ലാതെ, പടച്ചവനെ ഞങ്ങളുടെ പ്രവാചകനാണ്, അവസാനത്തെ നബിയാണ്. പടച്ചവനെ, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനാണ്. പടച്ചവനെ, ഇതല്ലാതെ പറഞ്ഞു കൊടുക്കാനുള്ള എന്തറിവാ എനിക്കും നിങ്ങൾക്കുമുള്ളത്? ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പഠിക്കുന്നില്ലല്ലോ. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത ചരിത്രം വായിച്ചു നോക്കി എത്ര പേരാ? പടച്ചവനെ, നമ്മളൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ വായിക്കുന്നവരാണ്. മഹാത്മാഗാന്ധിജിയുടെ ചരിത്രം വായിച്ചവരുണ്ടല്ലോ, ഓരോ ഭരണാധികാരികളുടെ ചരിത്രം വായിച്ചവരുണ്ടല്ലോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ നേതാക്കന്മാർ, ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ സ്മരണികൾ വായിക്കുന്നവരാണല്ലോ. എങ്കിൽ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ച എത്ര പേരാ? ആ നബി തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ച എത്ര പേരുണ്ട്? ആ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിവുള്ളവര് എത്ര പേരുണ്ട്? പഠിക്കണം സഹോദരാ, നബി തങ്ങളെ കുറിച്ച് അറിയണം. ആരാണ് അല്ലാഹുവിന്റെ റസൂലെന്ന് പഠിക്കണം. എന്നിട്ട് പടച്ചവനെ, പ്രവാചകനെ വളരെ മോശമാക്കുന്ന, ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നബി തങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാലമാ. ഈ കാലത്ത് നബി തങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാറ്, നബി തങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാറ്. ഞാനും നിങ്ങളും നബി തങ്ങളെ കുറിച്ച് പഠിക്കണമടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ടല്ലോ, റസൂലുള്ള നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മളും പ്രവാചകനെ ഇഷ്ടപ്പെടണം. എല്ലാവരും പറയാറുണ്ട്, നബി തങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എന്റെ കരളിന്റെ കഷ്ടമാണ് ഉസ്താദ് എന്ന് ഞാനും നിങ്ങളും മൈക്ക് കിട്ടുന്ന സമയത്ത് പറയുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളോടുള്ള മഹബ്ബത്ത് വെറുതെയല്ല. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ, ആരെങ്കിലും നബി തങ്ങളെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറപ്പായിട്ട് നമ്മളെ തിരിച്ചു സ്നേഹിക്കുകയാ. നബി തങ്ങളും നമ്മളെ സ്നേഹിക്കുമടോ. എത്ര ചരിത്രങ്ങളാണ് വേണ്ടത്?